എന്റെ സഹോദരന്മാരെ ചിന്തിക്കണം. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും ഒരു വഴിയുടെ ഓരത്തിരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ പ്രവാചകൻ നടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സാ. അല്ല അബൂബക്കറേ, അല്ല ഉമറേ, നിങ്ങൾ എന്തിനാണ് ഈ പാതിരാത്രി സമയം ഇങ്ങനെ ഇറങ്ങി വന്നത് എന്ന് ചോദിച്ചപ്പോ അബൂബക്കറും ഉമറും രണ്ടുപേരും പറയുന്നു, അൽജൂ യാ റസൂലല്ലാഹ്, വിശപ്പാട് നബിയേ, വിശപ്പ് കൊണ്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല റസൂലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ഈ രണ്ടുപേരും പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ രാത്രി ഇറങ്ങി വന്നത് എന്താണ് എന്ന് എവർ ചോദിക്കുമെന്ന് മനസ്സിലാക്കി മഹാനായ പ്രവാചക പുങ്കവരെ, അതേ ലക്ഷത്തിൽ പരം വരുന്ന അനുയായി വൃന്ദത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലാ അഖ്റജലില്ലദീ അഖ്റജകുമാ. ഓ അബൂബക്കറേ, അല്ല ഉമറേ, നിങ്ങൾ രണ്ടുപേരും ഈ രാത്രിയിൽ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ഇറങ്ങി വന്നത്, അതേ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഞാൻ ഇറങ്ങി വന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, ആ കാണുന്ന ഉഹുദ് മല അങ്ങക്ക് സ്വർണ്ണമാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട ജിബ്രായീൽ എന്ന് പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന് AC റൂമിൽ കിടക്കാമായിരുന്നില്ലേ, അല്ലാഹുവിന്റെ റസൂലിന് ആഹാരങ്ങൾ അവിടെ എത്തുമായിരുന്നില്ലേ. നമ്മുടെ നേതാവ് ഒരുപാട് വിഷമം സഹിച്ച നേതാവാണ്, ഒരുപാട് പ്രയാസം സഹിച്ച നേതാവാണ്. ഇത് പറയുക മാത്രമല്ല, ഹല്ലക യബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ കൽതാ ഫനൈതാ. ഓ മനുഷ്യ, നിങ്ങളെ ധരിച്ച് കീറിക്കളഞ്ഞതല്ലാതെ നിങ്ങളുടേതെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുക മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തതല്ലേ. വിശന്നൊട്ടിയ വയറുമായി ഖന്തക്കിന്റെ കിടങ്ങ് കീറുമ്പോ സ്വഹാബത്തിന് വിശപ്പ് സഹിക്കാതായിട്ട് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ കാലിൽ കിടന്ന ചെരുപ്പുകൾ വരെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അവർ തിന്നേണ്ട ദുരവസ്ഥ വന്നപ്പോൾ അവരുടെ വയറുകളില് വിശപ്പിന്റെ കൂടുതൽ കൊണ്ട് കല്ല് വെച്ച് കെട്ടിയപ്പോ ഖന്തക്കിന്റെ കിടങ്ങ് കീറാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ആവലാതിയുമായി കടന്നു വന്ന്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് വിശപ്പെട്ടും സഹിക്കുന്നില്ല നബിയേ എന്ന് മഹാനായ പ്രവാചകരോട് പറഞ്ഞപ്പോൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറയുന്നു, അല്ലയോ നബിയേ, ഞങ്ങളുടെ വയറുകളുടെ ഉള്ളിൽ കല്ലുകൾ നിറഞ്ഞു പോയി, കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ് നബിയേ. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഖമീസ് പൊക്കിയിട്ട് പറഞ്ഞു, സഹാബാ, നിങ്ങളുടെ വയറുകളിലുള്ള കല്ലിനേക്കാൾ എന്റെ വയറിൽ ഞാൻ കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അനുയായികളെ വിഷമിപ്പിച്ചിട്ട്, അനുയായികളെ ദുഃഖിപ്പിച്ചിട്ട് ആഹരിച്ചതല്ല ഈ നബി മുഹമ്മദ് മുസ്തഫ
ഈ നബിയല്ലയോ നമ്മോട് പറഞ്ഞത്, എന്റെ സഹോദരന്മാരെ ജോലിക്കാരനോട് മയം കാട്ടടേ, വീട്ടിൽ വരുന്ന ജോലിക്കാരനോട് മയം കാട്ടടേ എന്ന് ലോകത്തിന് പഠിപ്പിച്ചു തന്ന മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. എന്റെ മുഅ്മിനീങ്ങളെ ചിന്തിക്കുക, ഈ സമയം ഈ ഖന്തക്കിന്റെ കിടങ്ങ് കീറാൻ ഒരടി പോലും കഴിയില്ലെന്ന് പറഞ്ഞ സ്വഹാബ എഴുന്നേറ്റില്ലേ, ഏകസ്വരത്തിൽ പാടിയില്ലേ, നഹ്നുല്ലദൂന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഓ റസൂലേ, ഞങ്ങളുടെ ഈ ശ്വാസം എക്കാലം നിലനിൽക്കുമോ ആ കാലം അത്രയോ അങ്ങയോടൊപ്പം യുദ്ധത്തിലായി ഞങ്ങളിതാ ബൈഅത്ത് ചെയ്യുന്നു റസൂലേ. അങ്ങ് എവിടെ വിളിച്ചാലും ഞങ്ങൾ വരാൻ തയ്യാറാണ് നബിയേ എന്ന് ഈ സ്വഹാബാക്കളൊക്കെയോ ഏകസ്വരത്തിൽ പറഞ്ഞെങ്കിൽ ഈ അല്ലാഹുവിന്റെ റസൂൽ കിടന്നത് നിങ്ങൾക്ക് എവിടെയാണെന്നറിയുമോ? ഒരു വലിയ മെത്തയിൽ കിടന്ന പ്രവാചകരല്ല, രാഷ്ട്രത്തിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിലോ, ഒരു രാഷ്ട്ര പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലോ അവരുടെ ശയ്യകൾ എത്രയോ സുരക്ഷിതത്വമുള്ളതാണ്, എത്രയോ രസകരമായതാണ്, എത്രയോ മാർദ്ദവമുള്ളതാണ്. പോട്ടെ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ എത്ര പാവപ്പെട്ടവരാണെങ്കിലോ എത്ര നല്ല കിടക്കയാണ് നമുക്കുള്ളത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ഈന്തപ്പന ഓലയിൽ കിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ഈന്തപ്പന ഓല കിടപ്പാട് വന്നപ്പോ സ്വഹാബത്ത് ചോദിച്ചു, ലവിത്തഖദിനാ വിതാഅൻ ലക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങക്ക് ഞങ്ങളൊരു വിരിപ്പുണ്ടാക്കി തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മാലി വലിദ്ദുനിയാ. ഓ സ്വഹാബാ, ഞാനും ഈ വർണ്ണപ്രപഞ്ചവുമായി എന്തു ബന്ധമാണുള്ളത് സ്വഹാബത്തെ? ഞാൻ ഈ വർണ്ണപ്രപഞ്ചത്തില് ഒരു യാത്രാ സംഘത്തിൽ അംഗമായി വന്നവരല്ലയോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകൻ നമ്മോട് ചോദിക്കുന്നു. മനുഷ്യ, ഓരോ മനുഷ്യന്മാരും എപ്പോഴും വിളിച്ചു പറയുന്നു മാലി മാലി, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത്. എപ്പോഴും മനുഷ്യന്റെ ചിന്ത സ്വന്തം സമ്പത്തിനെ കുറിച്ചാണ്. നമ്മൾ പള്ളി നിസ്കരിക്കാൻ കയറി, പുറത്ത് നമ്മൾ ഉപയോഗിച്ച വണ്ടിയെ പോലത്തെ ഒരു വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി, താക്കോലുണ്ടോ നോക്കും. വണ്ടി വല്ലോടെയാ, പെട്ടെന്ന് താക്കോലുണ്ടോ? ഉണ്ട്, കൈയ്യട്ടി. നമ്മുടെ നിസ്കാരത്തിന്റെ പവറാണ്. യഖൂലു ഇബ്നു ആദം മാലി മാലി, മനുഷ്യന്മാരെപ്പോഴും വിളിച്ചോതി പറയുന്നു എൻ്റെ സമ്പത്തെ എൻ്റെ സമ്പത്തെ. നമ്മുടെ സഹോദരിമാരുമായിട്ട് എവിടെങ്കിലും നിങ്ങളൊന്ന് കല്യാണത്തിനോ പാലുകാച്ചിനോ പോയി നോക്ക്, രാവിലെ അവർ സുഖമായിട്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല. ളുഹറിൻ്റെ സമയമാകുമ്പോഴും അവർക്ക് പ്രശ്നമൊന്നുമില്ല, അസറാകുമ്പോഴും പ്രശ്നമില്ല. ഒരു മഴയൊക്കെ വരുന്ന ലക്ഷണം, ഉടനെ അവർ പറയും ഓ ഇല്ല, വിറകെല്ലാം പുറത്ത് കിടക്കുക, നനയോന്നറിഞ്ഞില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. നേരെ മറിച്ച് ളുഹറിൻ്റെ സമയത്ത് എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അതിനൊരു അവസരം കിട്ടിയേ കൊള്ളായിരുന്നു, എനിക്ക് അസർ നിസ്കരിക്കണം, അതിനൊരു അവസരം കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതില്ല. സമ്പത്തെ ഈ ഒരു ചിന്ത മനുഷ്യനെ അലട്ടുകയാണ്. 1000 വട്ടം സ്വർണ്ണമാല തപ്പി നോക്കോടെ ഉണ്ടോ ഇല്ലയോ? ആ ഉണ്ട് 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 ഉണ്ട്, വീണ്ടും നോക്കും, അത് തന്നെ അതുണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ. യഖൂലു ഇബ്നു ആദം മാലി മാലി, എൻ്റെ സമ്പത്തെ എൻ്റെ സമ്പത്തെ എന്ന് വിളിച്ചു പറയുന്ന മനുഷ്യനോടാണ് പ്രവാചകൻ ചോദിക്കുന്നത്, എടോ മനുഷ്യ, നീ തിന്നു നശിപ്പിച്ചതല്ലാതെ നിന്റേതെന്ന് പറയാൻ നിനക്ക് കഴിയുമോ? നീ തിന്നത് നിന്റേതാണ്, അത് നശിച്ചു പോയല്ലോ, എന്നാൽ നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് നിന്റേതാണോ? ഒരിക്കലും നിന്റേതല്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാളത്തേക്ക് വേണ്ടി കരുതുന്നവർ യഥാർത്ഥ വിശ്വാസികളല്ല. അപ്പൊ ഇന്ന് രാത്രി തന്നെ പോയിട്ട് ഫ്രിഡ്ജിരിക്കുന്ന ഇറച്ചിയൊക്കെ എടുത്ത് അപ്പുറം കൊടുത്തേരെ, അവരുണ്ടെ കറി വെച്ച് കൂട്ടട്ടെ. 10 ദിവസം 15 ദിവസത്തേക്ക് ഇറച്ചി പിടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത്.
എന്ത് ഈമാൻ ഉറപ്പാ നമുക്ക് ഈ വിഷയത്തിലുള്ളത്? അല്ലാഹു റസൂലിനെ ചോദിക്കുന്നത് ഹല്ലക യബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ കൽതാ ഫാഫിനൈതാ ഔ ലബിസ്താ ഫാബിലൈതാ. ഓ മനുഷ്യ, നീ ധരിച്ച് കീറിക്കളഞ്ഞ വസ്ത്രമല്ലാതെ നിന്റേതെന്ന് പറയാൻ നിനക്ക് കഴിയുമോ? നാം ധരിച്ച് നശിപ്പിച്ച് കളഞ്ഞ വസ്ത്രം അത് നമ്മുടേതാണ്. നേരെ മറിച്ച് വീണ്ടും അലമാരയിലിരിക്കുന്നതോ എത്ര ജോഡി ഡ്രസ്സാണ് കിട്ടുന്നത് ഓരോരുത്തർക്കും. ഈ മൂപ്പിലാന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 4-5 പെമ്മക്കളെയും കെട്ടിച്ച് ആമ്മക്കളും പെണ്ണ് കിട്ടുമ്പം ഓരോരുത്തരും അവരുടെ കണക്കനുസരിച്ച് എടുത്തു കൊടുക്കുക. ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്നില്ലെങ്കിൽ അവൻ ഇപ്രാവശ്യം ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. ഈ കൊണ്ടുവരുന്ന ഡ്രസ്സെല്ലാം വാരി അലമാരയ്ക്കകത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം വാരി സ്വതക്ക കൊടുത്തു. ആരെങ്കിലും ഒരു പാവപ്പെട്ടോ വന്നിട്ട് ഒരു ഉടുപ്പിന് വന്നാൽ പറയും എല്ലാ ഉടുപ്പും എടുത്ത് നോക്കും. കോളറൊക്കെ കയറി ഏറ്റവും കൊള്ളാത്തോ എന്നാ കൊണ്ടുപോയിക്കും. ഇതല്ല വേണ്ടത്. ഏറ്റവും നല്ല എൻ്റെ സഹോദരന്മാരെ അത്യാവശ്യം 1, 2, 3 ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കി ഒക്കെ ഈ പ്രായമുള്ളവരെ കാര്യം പറയുന്നത് അവർക്ക് ഈ വിസയും പാസ്പോർട്ടൊക്കെ അടിച്ചെന്ന് ഉറപ്പായ ആൾക്കാരാണ്. വിസയും പാസ്പോർട്ടൊക്കെ ഇനി എമിഗ്രേഷൻ നടന്ന് കയറി പോയാൽ മതി, ടിക്കറ്റ് ഓക്കെ ചെയ്യാൻ മതി. ആ നിലയിലൊക്കെ കാത്തിരിക്കുന്നവരാകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ സൂക്ഷ്മത പാലിക്കുക. അവരെന്ത് ചെയ്യുക? ഉള്ളതൊക്കെ എൻ്റെ സഹോദരന്മാരെ സർവ്വ ഡ്രസ്സും നമ്മൾ ആരൊക്കെയിലൊക്കെ കൊടുക്കുക. അല്ലാഹുവിൻ്റെ റസൂലല്ലയോ പറയുന്നത് ഔ ലബിസ്താ ഫബിലൈതാ. എടോ മനുഷ്യ, നീ ധരിച്ച് കീറിക്കളഞ്ഞ വസ്ത്രമല്ലാതെ നിന്റേതെന്ന് പറയാൻ നിനക്ക് കഴിയുമോ? മഹദിയായ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു തആല അൻഹാ കല്യാണ സാരി പെട്ടിയിൽ വെക്കുന്ന പെണ്ണുങ്ങളോട് എൻ്റെ സഹോദരിമാരെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ വീട്ടിലെ കല്യാണ സാരി പൂജിച്ച് വെച്ചിരിക്കുകയല്ലേ, അത് നിങ്ങളൊരു കാരണവശാലും എടുക്കൂല. വേറെ എന്തുകൊണ്ടും തരാ, കല്യാണ സാരി ഞാൻ തരൂല എന്ന് പറഞ്ഞ് മാറ്റി വച്ചിരിക്കുന്നുവെങ്കിൽ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആലക്ക് അല്ലാഹുവിന്റെ റസൂൽ കല്യാണത്തിന്റെ ഒരു ഡ്രസ്സ് വാങ്ങി കൊടുക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ വരികയാണ്. നിങ്ങൾ ചിന്തിക്കുക, അയാൾ പറയുന്നു, മോളെ ഫാത്തിമ, എൻ്റെ മകളുടെ കല്യാണമാണ് ഫാത്തിമ, ഒരു നല്ല ഡ്രസ്സില്ലാതെ വലയുന്ന ഫാത്തിമ എന്ന് ഫാത്തിമയോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. അൽ ഫാത്തിമത്തു ഖിത്അത്തുൻ മിൻ കബദി, എൻ്റെ കരളിന്റെ കഷ്ണമാണ് ഈ പൊന്നുമോള് ഫാത്തിമ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഫാത്തിമ. കൊച്ചെറുപ്രായത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു റൊട്ടി കഷ്ണം അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തപ്പോ ഫാത്തിമയെ കാണാനില്ല. ഫാത്തിമ ആ റൊട്ടി കഷ്ണവുമായി ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കുഞ്ഞുമോളായത് കൊണ്ട് പിന്നാലെ ഓടിയപ്പോ കവലയുടെ അരിയിൽ ആഹാരത്തിന് വേണ്ടി കൈനീട്ടുന്ന ശരീരം മുഴുവൻ ശോഷിച്ചു പോയ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിലേക്ക് ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയാകുന്ന പൊന്നുമോള് ഈ റൊട്ടിക്കഷ്ണം വെച്ചുകൊണ്ട് കൊടുക്കുന്ന രംഗം കണ്ട് എൻ്റെ പോളെ എന്ന് വിളിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിലവിളിച്ചു പോയെങ്കിൽ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹാ താൻ കല്യാണത്തിന് വേണ്ടി ഇട്ടിരുന്ന ഈ ഡ്രസ് ഉണ്ടല്ലോ, അതെടുത്ത ആ മനുഷ്യന്റെ സംഭാവന ചെയ്യുകയാണ്. എന്നിട്ട് ഫാത്തിമ അലിയുടെ വീട്ടിലുള്ള തുന്നിപ്പിടിപ്പിച്ച ഒരു വസ്ത്രമെടുത്തിട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പുന്നാര മകളെ കാണാൻ വേണ്ടി കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ പൊന്നുമോളെ കാണാൻ വേണ്ടി വരുമ്പോ താൻ കൊടുത്ത വസ്ത്രം കാണുന്നില്ല. ചോദിച്ചു, മോളെ ഫാത്തിമ, എവിടെയാണ് പൊന്നുമോളെ നിന്റെ കല്യാണപ്പുടവ എവിടെയാണ് മകളെ? നിനക്ക് വേണ്ടി ഞാൻ തന്ന കല്യാണപ്പുടവ എവിടെയാണ് പൊന്നുമോളെ? നിനക്കൊരു നല്ല വസ്ത്രം വാങ്ങിത്തരാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ മോളെ. എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ഇപ്പൊ തയ്യാറാക്കി തന്ന ഈ നല്ല വസ്ത്രം നീ എന്ത് ചെയ്തു എന്ന് ഫാത്തിമ
റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ എൻ്റെ അൻഹയോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒരു പാവപ്പെട്ടവന് വേണ്ടി കൊടുത്ത ചരിത്രം പറഞ്ഞപ്പോ ഹബീബ് റസൂലുള്ളാഹി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ മുഅ്മിനീങ്ങളെ നമ്മളാണെങ്കിലോ Oh